പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അനുദിന ചിന്ത അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തന നന്ദി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഈ മാസത്തിന്റെ പ്രാരംഭ ആമേൻ ദിവസം ആമേൻ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ കൃപ നൽകിയല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ആമേൻ ഈ ഗാനം ശ്രവിച്ചാൽ ഈ പാട്ട് ഒരു മുന്നറിയിപ്പല്ല. ആമേൻ. ഇത് ഒരു ഉണർവാണ്, ഒരു ഭീഷണിയല്ല, ഒരു പ്രത്യാശയാണ്. രാജാവ് വരുന്നു, നമുക്ക് തയ്യാറായി നിൽക്കാം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രാർത്ഥനയോടെ രാജാവ് വരുന്നു, പ്രത്യാശയോടെ. ഇതൊരു മുന്നറിയിപ്പാണ്, ഒരു ഉണർവാണ്, ഒരു ഭീഷണിയല്ല. ആമേൻ. നമുക്ക് തയ്യാറായി. രാജാവ് വരുന്നു മേഘങ്ങളിൽ, മഹത്വത്തിന്റെ വെളിച്ചത്തിൽ. നിശബ്ദമല്ല അവന്റെ വരവ്, ശക്തിയോടെ പ്രത്യക്ഷത്തിൽ. വിളക്ക് കത്തുന്നു എന്റെ ഉള്ളിൽ, എണ്ണ നിറഞ്ഞ വിശ്വാസത്തിൽ. ഉറക്കമില്ല കാവലായി ഞാൻ കാത്തിരിക്കുന്നു പ്രത്യാശയിൽ. ശബ്ദം മുഴങ്ങും കാഹളത്തിൽ, ഭൂമി വിറക്കും മഹത്വത്തിൽ. എല്ലാ കണ്ണും കാണും അവനെ, രാജാധിരാജൻ മഹിമയിൽ. കണ്ണീർ തുടച്ച ദിനമാകും, വേദനകളെല്ലാം തീരും. പുതിയ ആകാശഭൂമിയിൽ നിത്യഗാനം ഉയരും. ഞാൻ ഭയത്തിലല്ല ജീവിക്കുന്നത്, വാഗ്ദാനത്തിൽ നിൽക്കുന്നു. വരുന്ന രാജാവിന്റെ സാക്ഷിയായി ജാഗരൂകനായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം പാടിയതുപോലെ, നാം കേട്ടതുപോലെ നമ്മുടെ കർത്താവ് ആമേൻ മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം ഭരമേൽപ്പിച്ച ദൈവവചനം ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെ നന്ദി നിർത്തിയ കർത്താവിന് ഒരിക്കൽ കൂടെ സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ മടങ്ങിവരവ് എപ്രകാരം ആമേൻ ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിക്കും. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാവേ, പിതാവേ, കൂടെപ്പിറപ്പേ, അഭിഷിക്തന്മാരെ, ഇന്ന് നാം ഭയത്തിന്റെ വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യാശയുടെ വിഷയത്തെക്കുറിച്ചാണ്. ഇത് ചരിത്രത്തിന്റെ അവസാനത്തെ കുറിച്ചല്ല. ആമേൻ. അത് നിത്യ ജീവിതത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ്. ആമേൻ. അത് ക്രൂശ് അവിടുത്തെ സ്നേഹം ആമേൻ തെളിയിച്ചു. ഹല്ലേലൂയ. സ്വർഗ്ഗാരോഹണം അവിടുത്തെ അധികാരം തെളിയിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വാക്കി നിൽക്കുന്നത് ആമേൻ അതേ പ്രവചനം നിവൃത്തിയാകുവാനായിട്ടുള്ളത്
ആമേൻ. അതെ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. അവന്റെ ആ മടങ്ങി വരവിന്റെ വാഗ്ദാനം, ആമേൻ, ആ വാഗ്ദാനം നൽകിയവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. പോയതുപോലെ ആമേൻ വീണ്ടും മടങ്ങി വരും എന്ന പ്രത്യാശ ഉള്ള ദൈവമക്കൾ ആമേൻ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആമേൻ അവൻ വരും. സ്തോത്രം. അവന്റെ വരവ് നിശബ്ദമായിട്ടല്ല. ആമേൻ. അവൻ മഹത്വത്തിൽ വരും. ആമേൻ. അവൻ ദുർബലനായി വരും എന്നല്ല. ആമേൻ. അവൻ ദുർബലമായി വരും എന്നല്ല. ആമേൻ. അവൻ രാജാവായി വരും. ആമേൻ. ഹല്ലേലൂയ. അതേ മത്തായി സുവിശേഷം 24:30 പറയുന്നു, മനുഷ്യപുത്രൻ ശക്തിയോടും. ഹല്ലേലൂയ. ആമേൻ. മഹത്വത്തോടും കൂടെ വരും. വെളിപ്പാട് 1:7 പറയുന്നു, എല്ലാ കണ്ണും അവനെ കാണും. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവിന്റെ ആ വരവ് കാണുവാൻ പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, ആ കർത്താവിന്റെ ആദ്യ വരവിൽ ആമേൻ നാം കഴിഞ്ഞ ദിനങ്ങളിൽ കേട്ടു. ആമേൻ. അതേ യേശുവിന്റെ ജനനം. ഹല്ലേലൂയ. അതായിരുന്നു ആദ്യ വരവ്. ആമേൻ. ആ വരവിൽ യേശു നിരസിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഇനി വരുവാൻ പോകുന്ന രണ്ടാമത്തെ വരവിൽ അവൻ നിഷേധിക്കപ്പെടുകയില്ല. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കണം, ആമേൻ, കർത്താവിന്റെ ആ മേഘ പ്രത്യക്ഷതയ്ക്കായി, കർത്താവിന്റെ മടങ്ങി വരവിനായി ഞാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എന്റെ വിളക്ക് കത്തുന്നുണ്ടോ? ആമേൻ. എന്റെ വിശ്വാസം ജാഗരൂകമാണോ? എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, അവിടുത്തെ മടങ്ങി വരവിന്റെ മഹത്തായ വാഗ്ദാനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് വിശ്വസ്തനാകിയാൽ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തം, ആ പ്രത്യാശ ഞങ്ങൾ ജീവിക്കുന്നു. ഈ രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. ഞങ്ങളുടെ കണ്ണുകൾ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തി നിത്യതയിലേക്ക് തിരിക്കണമേ. പരിശുദ്ധാത്മാവേ, വചനത്തെ വെറും അറിവായി അല്ല, ജാഗ്രതയായി കർത്താവേ അത് സ്വീകരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഭയമായിട്ടല്ല, പ്രത്യാശയോടെ ആയിരിക്കാനിടയാക്കണമേ. ഉറങ്ങുന്ന വിശ്വാസത്തെ ഉണർത്തണമേ. തണുത്ത സ്നേഹത്തെ വീണ്ടും കത്തിക്കണമേ. വിളക്കുകളിൽ നിറയ്ക്കണമേ. അവിടുന്ന് വരുന്നുവെന്ന സത്യത്തിൽ ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിപ്പാനിടയാകട്ടെ. വിശ്വസ്തരായി അങ്ങേ സേവിപ്പാനിടയാകണമേ. പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാനിടയാകട്ടെ. വരുവാൻ പോകുന്ന അവിടുത്തെ ആ വരവിന് വേണ്ടി പ്രത്യാശയോടെ വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിപ്പാൻ കർത്താവേ എല്ലാവരും ഇവിടുന്ന് സഹായിക്കണം. ഇന്ന് രാത്രി നൽകപ്പെടുന്ന വചനത്തിനായി സ്തോത്രം. കേൾക്കപ്പെടുവാൻ പോകുന്ന ചിന്തകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഇതുവരെ യേശുവിന്റെ ഒന്നാമത്തെ വരവ്, ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം, ആമേൻ, അതേ മടങ്ങി വരവ്, ഇതിനെക്കുറിച്ച് ആമേൻ അതേ പരിജ്ഞാനം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി പരിജ്ഞാനമുള്ളവരായി മാറുവാനിടയാകണം. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. ജനത്തെ അവിടെ ഒരുക്കണം. എല്ലാ മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ച പുണ്യയേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള
പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസന നന്ദി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അതേ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ജീവിതങ്ങളിൽ വെളിപ്പെടും. ചില ഭയങ്ങൾ മാറും, ചില നിരാശകൾ മാറും, ആമേൻ. ചില ചങ്ങലകൾ പൊടിയും, ആമേൻ. ചില കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളകും, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുവാനിടയാകും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ കണ്ണുകൾക്ക് മഹത്വം കാണുവാൻ ഇടയാകും. പ്രിയരേ, അവന് പ്രകാരം വരും. ഹല്ലേലൂയ, ആമേൻ. അതെ പ്രിയരേ, നമ്മുടെ വിശ്വാസത്തിന്റെ മഹത്തായ പ്രത്യാശ, ആമേൻ, ഇതാണ്. ഹല്ലേലൂയ, ആമേൻ. അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം, ആമേൻ, നമുക്ക് ആധാരമായി വായിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. ഈ യേശുവിനെ, ആമേൻ, നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആമേൻ വരും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വാക്കുകൾ വെറും ആശ്വാസമല്ല, പ്രൈസ് ദി ലോർഡ്, ആമേൻ. വെറും ഒരു വാക്കല്ല, ആമേൻ. അവനെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് അവൻ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിൽ അവൻ ചില വാഗ്ദത്തങ്ങൾക്ക്, ചില പ്രവചനങ്ങൾക്ക് അതേ ഉറപ്പ് വീഴുന്ന രാത്രി. ഹല്ലേലൂയ, ആമേൻ. ഈ യേശു മറ്റാരുമല്ല, ആമേൻ. ഈ യേശു, ആമേൻ, ഇന്നലെ നാം കേട്ടില്ലേ, ക്രൂശിക്കപ്പെട്ട യേശുവാണ്. ആ ക്രൂശ് എടുത്ത യേശുവാണ്, ആമേൻ. ആ പ്രവചന നിവൃത്തിയായി ജനിച്ച യേശുവാണ്. ആ പ്രവചന നിവൃത്തിയായി ജീവിച്ച യേശുവാണ്. ഹല്ലേലൂയ. ഈ യേശു മറ്റാരുമല്ല, അവൻ ക്രൂശിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ആമേൻ. അവൻ സ്വർഗ്ഗാരോഹിതനായവൻ. ഹല്ലേലൂയ. അവൻ തന്നെ വരും. ഹല്ലേലൂയ, ആമേൻ. അവൻ തന്നെ വരും. ആമേൻ. അവന്റെ വരവ് രഹസ്യമല്ല. ഹല്ലേലൂയ. അവന്റെ വരവ് രഹസ്യമല്ല. അവൻ ബലഹീനമായി അല്ല. അവൻ വരുന്നത് മഹത്വത്തോടെയാണ്. അവൻ വരുന്നത് മഹത്വത്തിലാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 24:30 അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരമാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിന്റെ മേഘങ്ങളിൽ ശക്തിയോടും തേജസ്സോടും കൂടെ
വരുന്നത് കാണും. ആമേൻ. മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണും. ആമേൻ. ആദ്യ വരവിൽ അവനൊരു ആമേൻ കന്നുകാലി തൊട്ടിൽ ആമേൻ അതെ വഴിയിൽ ജനിച്ചുവെങ്കിലും ആമേൻ കിടക്കുവാൻ ഇടയായെങ്കിൽ ആമേൻ മഹത്വം മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. രാജ്യത്വം മറച്ചു വെച്ചിരുന്നു. പക്ഷേ രണ്ടാം വരവിൽ മഹത്വം മാറിയില്ല, ശക്തി മാറിയില്ല, രാജ്യത്വം മറച്ചു വെക്കപ്പെടുകയില്ല. ആദ്യ വരവ് ഒരു ശിശുവായിട്ടായിരുന്നെങ്കിൽ രണ്ടാം വരവ് ഒരു രാജാവായിട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ ചിലർ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. ആമേൻ. രണ്ടാം വരവിൽ എല്ലാ കണ്ണും കാണും. ആമേൻ. ഇത് ഭയപ്പെടുത്തുവാനുള്ള ആമേൻ ഒരു സത്യമല്ല. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പ്രത്യാശ ഉറപ്പിക്കുന്ന ഒരു സത്യമാണ്. ആമേൻ. അതെ എന്റെ ശബ്ദത്തിൽ ആമേൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്ത് മുഴങ്ങി കേൾക്കുന്നതാ. ഹല്ലേലൂയ. രാത്രി അപ്രത്യാശയുള്ളവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട. ഇന്ന് ലോകം കലങ്ങിക്കുന്നു, രാജ്യങ്ങൾ കുലുങ്ങുന്നു, മനുഷ്യരുടെ ഹൃദയങ്ങൾ ഭയത്തിൽ ഉരുകുന്നു. പക്ഷേ വിശ്വാസിയുടെ ഹൃദയം എന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു? കാരണം ചരിത്രം നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല, മടങ്ങി വരുന്ന രാജാവാണ്. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അടുത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രവചനാത്മാവിൽ ആമേൻ ചിലരോടായി പ്രഖ്യാപിക്കുന്നു, കാത്തിരിക്കുന്നവരുടെ വിശ്വാസം ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിന്നവരുടെ കണ്ണുകൾ നിരാശപ്പെടുകയില്ല. ആമേൻ. വിശുദ്ധിയിൽ നടന്നവരുടെ പ്രതിഫലം നഷ്ടമാകുകയുമില്ല. ആമേൻ. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ നടന്നവരുടെ പ്രതിഫലം നിഷേധിക്കപ്പെടുകയില്ല. പ്രാർത്ഥനയിൽ ആമേൻ നിന്നവരുടെ കണ്ണുകൾ നിരാശപ്പെടുകയില്ല. കാത്തിരിക്കുന്നവരുടെ വിശ്വാസം ലജ്ജിക്കുകയുമില്ല. ആമേൻ. കാരണം എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് സഭയോട് ഇപ്രകാരം പറയുന്നു. വായിച്ചാട്ടെ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും എന്ത് ചെയ്യും? പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. ആമേൻ. അതെ അവനെ ആമേൻ പ്രതീക്ഷിക്കുന്നവർക്ക് രക്ഷയ്ക്കായി രണ്ടാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടും. ആമേൻ. അവനെ പ്രതീക്ഷിക്കുന്നവർക്ക്. ഹല്ലേലൂയ. അതായത് പ്രതീക്ഷ ഒരു സജീവ ജീവിത ശൈലിയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജാഗ്രത, വിശുദ്ധി, ആമേൻ, വിശ്വാസം. ഹല്ലേലൂയ. എത്ര പേർക്ക് ജാഗ്രതയുണ്ട്? എത്ര പേർക്ക് വിശുദ്ധിയുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. ഇത് ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റണം. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം. ആമേൻ. എന്റെ ജീവിതം അവന്റെ വരവിനായി തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ വിളക്ക് കത്തുന്നുണ്ടോ? ആമേൻ. എന്റെ ഹൃദയം ജാഗരൂകമാണോ? ഹല്ലേലൂയ. അവൻ വരും, സംശയമില്ല. അവൻ വരും, വൈകിട്ടില്ല. അവൻ വരും മഹത്വത്തോടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുവരെ ആമേൻ നാം ഉറങ്ങുകയില്ല, നാം തളരുകയില്ല, നാം പ്രത്യാശയിൽ ഉറച്ചു നിൽക്കും. കാരണം വരുവാൻ പോകുന്ന നമ്മുടെ രാജാ ആമേൻ നമ്മുടെ ആമേൻ രക്ഷിതാവാണ്. വരുവാൻ പോകുന്ന രാജാവ് നമ്മുടെ രക്ഷിതാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതെ പ്രിയരേ, ഇനി മടങ്ങി വരുവാൻ ആമേൻ സമയമാഗതമായി കൊണ്ടിരിക്കുന്ന കാലയളവിൽ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
പ്രിയരെ, മടങ്ങി വരവ മഹത്വത്തിന്റെ പ്രകടനം മാത്രമല്ല, നീതിയുടെ സ്ഥാപനം കൂടിയാണ്. ഹല്ലേലൂയ. ആമേൻ. നീതിയോടെ ന്യായം വിധിക്കുന്ന ആമേൻ അതേ കർത്താവ് മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 32 വരെ 31-32 വാക്യമൊന്ന് വായിക്കാം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടും സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ വരുമ്പോൾ ജാതികളെ അവൻ വേർതിരിക്കും. ആമേൻ. ഇത് പ്രതികാരത്തിന്റെ ദിവസമല്ല, ആമേൻ, നീതിയുടെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകം പലപ്പോഴും ചോദിക്കുന്നു, അനീതി എത്ര കാലം തുടരും? ആമേൻ. ഇന്ന് നമ്മള് നമ്മുടെ ചുറ്റുപാട് കണ്ണോടിച്ചാൽ സമകാലിക സംഭവങ്ങളെ വിലയിരുത്തിയാൽ നമുക്ക് കാണുവാൻ കഴിയും, ആമേൻ, അനീതി ആമേൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഹല്ലേലൂയ. ആത്മീയ ഗോളത്തിൽ പോലും അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അനീതി എത്ര കാലം തുടരും? ആമേൻ. ദുഷ്ടത എത്ര കാലം ജയിക്കും? ആമേൻ. വചനം പറയുന്നു, അനീതിയുടെ കാലാവധിയുണ്ട്. ആമേൻ. അഹങ്കാരത്തിന്റെ സിംഹാസനം ശാശ്വതമല്ല. ആമേൻ. ദൈവത്തിന്റെ നീതി വൈകാം, പക്ഷേ പരാജയപ്പെടുകയില്ല. ആമേൻ. നാം കാണുന്ന ലോകം പലപ്പോഴും മറച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ. അതേ, നല്ലവർ വേദനിക്കുന്നു. ആമേൻ. ദുഷ്ടർ വളരുന്നു. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചയിൽ ആമേൻ ഒന്നും രേഖപ്പെടുത്താതെയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ കാഴ്ചയിൽ ഒന്നും മറവായിരിക്കുന്നില്ല. അതുകൊണ്ടാണ് പത്മോസിന്റെ ഏകാന്തതയിൽ ആയിരുന്ന യോഹന്നാനെ ഇവിടെ കയറി വരിക എന്ന് കേൾപ്പിച്ച് കയറി ചെന്നപ്പോ ദൈവസഭയ്ക്ക് കൈമാറുവാൻ, അതേ പ്രവചന പുസ്തകം എഴുതുവാൻ, അതേ ദൈവത്തിന്റെ ആത്മാവ് അതേ നിയോഗം കൊടുത്തത്. ആമേൻ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലൂടെ ആമേൻ ദൈവസഭയോട്, ലോകത്തോട് ആമേൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. വായിച്ചാലോ? മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനെ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് കടുത്ത ന്യായവിധിയുണ്ടായി. അവരുടെ പ്രവൃത്തികൾക്ക് കടുത്ത ന്യായവിധി ഉണ്ടായി. ശ്രദ്ധിക്കണമേ, പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ആമേൻ. ഇത് വളരെ ഗൗരവമുള്ള വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. പുസ്തകങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, മറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പറഞ്ഞ വാക്കുകൾ, ചെയ്ത പ്രവൃത്തികൾ ദൈവം മറക്കുന്നില്ല, ദൈവം കാണാതെ പോകുന്നില്ല. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി ജീവിക്കുന്ന ഏവരോടുമായി ദൈവത്തിന്റെ വചനം ആധികാരികമായി പറയുന്നു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. അതിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് അതേ സഭയോട്, ലോകത്തോട് വിളിച്ചു പറയുന്നു, പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ഇത് വളരെ ഗൗരവമുള്ള വാക്യം. എന്താ? പുസ്തകങ്ങൾ ഹല്ലേലൂയ തുറക്കപ്പെട്ടപ്പോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഓർമ്മയുടെ പുസ്തകമുണ്ട് കേട്ടോ, ജീവന്റെ പുസ്തകമുണ്ട് കേട്ടോ. ആമേൻ. ഇവ രണ്ടും തുറന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഓർമ്മയുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആമേൻ ന്യായവിധിക്കായി തുറക്കപ്പെടും കേട്ടോ. അതേ പറഞ്ഞ വാക്കുകൾ, ഹല്ലേലൂയ, ആരും കണ്ടില്ലെന്ന് ചിന്തിച്ച് ചെയ്ത പാപപ്രവൃത്തികൾ, ഹല്ലേലൂയ, ചെയ്ത പ്രവൃത്തികൾ ദൈവം മറക്കുന്നില്ല. ഹല്ലേലൂയ.
ദൈവം കാണാതെ പോകുന്നില്ല. അവൻ അനാസ്ഥയുള്ള ന്യായാധിപനല്ല, അവൻ നീതിമാനായ രാജാവാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് നാം ഓർക്കേണ്ടത് ന്യായവിധി ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല, ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതെ, ദൈവം പീഡിതരുടെ നിലവിളി കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിരപരാധികളുടെ കണ്ണുനീർ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതെ, ഞാൻ പ്രവചനാത്മാവിൽ ചിലരോട് ചില ദൂതുകൾ പ്രഖ്യാപിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനീതിക്ക് ദൈവം അന്തിമ വാക്ക് പറയും. ഹല്ലേലൂയ. നീ കാണാതെ പോയ നീതി സ്വർഗത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. നീ കരഞ്ഞ കണ്ണീർ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. നീതിയുടെ രാജ്യം സ്ഥാപിക്കപ്പെടും. അവസാനം സിംഹാസനത്തിൽ ഇരിക്കുന്നത് മനുഷ്യാധിപതികൾ അല്ല, ദൈവം. അതുകൊണ്ട് ഇന്നത്തെ ഈ ലൈവിൽ ഞാൻ പറയുന്നത് ഭയത്തിൽ ജീവിക്കേണ്ടതില്ല, അലക്ഷ്യത്തിൽ ജീവിക്കരുത്. ജാഗ്രതയോടെ, വിശുദ്ധിയോടെ, ഉത്തരവാദിത്വത്തോടെ ജീവിക്കൂ. ഹല്ലേലൂയ. കാരണം ഒരു ദിവസം പുസ്തകങ്ങൾ തുറക്കും. ആമേൻ. ഹല്ലേലൂയ. നീതിയോടെ രാജാവ് സംസാരിക്കും. അവന്റെ വിധി അന്തിമമാകും. ഹല്ലേലൂയ. കാരണം അവൻ നീതിമാനാണ്, അവൻ വിശ്വസ്തനാണ്. അവനോട് മടങ്ങി വരുവാൻ പോകുന്നത് അവൻ വരുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? പുനഃസ്ഥാപനത്തിന് വേണ്ടി. ഹല്ലേലൂയ. അതെ, പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഒരു അത്ഭുത ദർശനം കാണുന്നു. വായിച്ചാലും, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നപ്പോൾ, ഹല്ലേലൂയ, അവന്റെ കാതിൽ മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട്, ഇവിടെ കയറി വരിക. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയുടെ ഇടയിൽ ചിലരോട് ഞാൻ ദൂത് കൈമാറുകയാ. മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കഴിഞ്ഞതുപോലെ ഒറ്റപ്പെട്ട മേഖലയിലൂടെ കടന്നു പോകുന്ന അഭിഷക്തന്മാരോട്, അഭിഷക്തികളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരും കേൾക്കാത്തൊരു ശബ്ദം നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുവാൻ സ്വർഗം നിനക്ക് കൃപ നൽകുകയാണ്. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ട യോഹന്നാനെ കൊണ്ട് അതേ ദൈവിക ദൂത് എഴുതിപ്പിച്ചതുപോലെ പ്രവചനാത്മാവിൽ ദൈവസഭയോട് ഇടപെട്ടതുപോലെ ഈ കാലഘട്ടങ്ങളിൽ സഭയുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി സഭയെ ശുദ്ധിയോടെ ഒരുക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ഒരു കാലയളവാണിത്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഒരു അത്ഭുത ദർശനം ഹല്ലേലൂയ കാണുന്നു. എന്താ കണ്ടത്? പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ കണ്ണുനീരവിടെയില്ല. മരണം അവിടെയില്ല. വിലാപവും നിലവിളിയും വേദനയുമില്ല.
ഹല്ലേലൂയ. ആമേൻ. ഇതൊരു ഭയപ്പെടുത്തുന്ന അവസാനത്തിന്റെ ആമേൻ ഒരു കഥയല്ല, ഇത് ഒരു മഹത്തായ പുതിയ ആരംഭത്തിന്റെ ആമേൻ ചരിത്രമാണ്, ആരംഭത്തിന്റെ കഥയാണ്. ഹല്ലേലൂയ. എന്താ? പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ അന്തിമ പദ്ധതി ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നു വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ആമേൻ അഭിഷേകത്തിലൂടെ ആമേൻ പറയുന്നു, ദൈവം എല്ലാം ഉപേക്ഷിച്ചു ആമേൻ കളയുന്നവനല്ല. ആമേൻ. അവൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആദിയിൽ ഏദനിൽ നഷ്ടപ്പെട്ടത് ആമേൻ പാപം കൊണ്ട് തകർന്ന സൃഷ്ടി, ആമേൻ വേദന കൊണ്ട് ചീഞ്ഞുപോയ ലോകം. ഹല്ലേലൂയ. ആമേൻ. ദൈവം അതെല്ലാം ആമേൻ പുതിയതാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ഇത് നാശത്തിന്റെ പുസ്തകമല്ല, ഇത് പ്രതീക്ഷയുടെ പുസ്തകമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നീ ഏതെങ്കിലും ആമേൻ വിഷയത്തിനകത്ത് ആമേൻ നഷ്ടത്തിന്റെ കണക്കും പേറി ഹല്ലേലൂയ ജീവിക്കുന്ന വ്യക്തിയാണോ? ആമേൻ. ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബന്ധങ്ങൾ, ആരോഗ്യം, സ്വപ്നങ്ങൾ. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സ്വഭാവം നശിപ്പിക്കലല്ല, അത് പുനഃസ്ഥാപിക്കലാണ്. ഹല്ലേലൂയ. നശിപ്പിക്കുവാൻ വന്നത്, തകർക്കുവാൻ വന്നത് ആമേൻ ദുഷ്ടനായവനാ, പിശാച. ഹല്ലേലൂയ. ആമേൻ. അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. ആമേൻ. ദൈവം ദൂരെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നവനല്ല, അവൻ അടുത്തെത്തി കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഈ വചനം ആമേൻ ഒരു ആമേൻ ആത്മീയ ആശ്വാസ വാക്ക് മാത്രമല്ല, ഇത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വെളിപ്പെടുത്തലാണ്. ആമേൻ. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കണ്ണുനീർ ആരും കണ്ടില്ലെന്ന് നീ വിചാരിച്ചിട്ടുണ്ടാകാം, പക്ഷേ സ്വർഗം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം നിന്റെ വേദനയുടെ ഓർമ്മ പോലും ഇല്ലാത്ത ഒരു പുതിയ അവസ്ഥയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. അതെ, മരണം ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ശത്രുവിന്റെ അന്ത്യം, അതെ മരണം മനുഷ്യന്റെ ഏറ്റവും വലിയ അതേ ശത്രുവായിരുന്നു. പക്ഷേ ക്രൂശിൽ ആരംഭിച്ച ജയം ആമേൻ നിത്യരാജ്യത്തിൽ പൂർത്തിയാകുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ കൃപയുടെ ഫലം നിത്യജീവനാണ്. ഹല്ലേലൂയ. ഇതൊരു സങ്കല്പമല്ല, ഇത് ദൈവത്തിന്റെ ഉറപ്പായ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഞാൻ ആത്മാവിൽ ആമേൻ ചില ദൂതുകൾ കൈമാറുകയാണ്. ആമേൻ. നിന്റെ പ്രതീക്ഷ ഭൂമിയിലെ രാഷ്ട്രീയത്തിലാകരുത്. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്, ഇത് അന്ത്യകാലം. നിന്റെ പ്രതീക്ഷ ഭൂമിയിലെ രാഷ്ട്രീയത്തിലാകരുത്. ആര് ആമേൻ ഭരിച്ചാലും ആമേൻ. നിന്റെ പ്രതീക്ഷ ആമേൻ ഭൂമിയിലെ രാഷ്ട്രീയത്തിലല്ല, സ്വർഗീയ വാഗ്ദാനത്തിലാണ്. നിന്റെ ഭാവി ഈ ലോകത്തിന്റെ അനിശ്ചിതത്വത്തിൽ അല്ല, ദൈവത്തിന്റെ നിത്യരാജ്യത്തിലാണ്. ആമേൻ. ഇപ്പോഴത്തെ വേദന അന്തിമ വാക്കല്ല. ആമേൻ. പുതിയ സൃഷ്ടിയാണ് അന്തിമ വാക്ക്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ തകർച്ചകൾക്ക് മുകളിൽ ദൈവം പുതിയത് ഒന്ന് എഴുതുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച, എല്ലാ കണ്ണുകളും ആമേൻ ഏകാഗ്രതയോടെ ഒരു നിമിഷം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാവാം എത്ര പേർ തങ്ങളെ തന്നെ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്തുന്നു.
കണ്ണുകളൊന്ന് തുറന്നാണ്, ആ കണ്ണുകളൊന്ന് ഉയരങ്ങളിലേക്ക് ഉയർത്തിയാണ് ഈ ലോകത്തിന്റെ വാർത്തകളിലേക്ക് അല്ല. ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തുന്നത്, ഞാൻ എന്റെ കണ്ണുകളെ തിരിക്കുന്നത്, ഞാൻ എന്റെ കാതുകളെ തുറക്കുന്നത് ഈ ലോകത്തിന്റെ വാർത്തകളിലേക്കല്ല. ആമേൻ. നിത്യ വാഗ്ദാനത്തിലേക്ക്. കാരണം നമ്മുടെ ആമേൻ ജീവിതത്തിന്റെ അവസാന അധ്യായം ഇനിയും എഴുതപ്പെടാനുണ്ട്. ഹല്ലേലൂയ. അത് കണ്ണുനീരോടെയല്ല, മഹത്വത്തോടെ. ഹല്ലേലൂയ. ഇത് നാശത്തിന്റെ പ്രവചനമല്ല. ആമേൻ. ഇന്ന് രാത്രി നിന്റെ കാതിൽ കേൾക്കുന്ന ദൈവിക ദൂത് ആമേൻ പുനഃസ്ഥാപനത്തിന്റെ പ്രവചനമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. എനിക്ക് വേണ്ടി ജനിച്ച, എനിക്ക് വേണ്ടി ജീവിച്ച, എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ, എനിക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയ എന്റെ യേശു പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ വിശ്വാസികൾക്കുള്ള ആമേൻ ദൈവിക ദൂത്. ഹല്ലേലൂയ. പ്രിയരേ, ഇന്ന് നാം ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾ തയ്യാറായിരിക്കുവീൻ. ആമേൻ. ഇത് ഭീഷണിയല്ല കേട്ടോ. ആമേൻ. ഇത് സ്നേഹത്തിന്റെ മുന്നറിയിപ്പാണ്. ആമേൻ. ഹല്ലേലൂയ. ആ ക്രൂശിൽ വെളിപ്പെടുത്തിയ നിത്യ സ്നേഹത്തിന്റെ മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. ഒരു പിതാവ് തന്റെ മകനെ ഉണർത്തുന്നത് പോലെ. ആമേൻ. ഹല്ലേലൂയ. സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. തയ്യാറാവുക. തയ്യാറെടുപ്പ് ഭയത്തിനല്ല. ആമേൻ. ആമേൻ. ബന്ധത്തിൽ തയ്യാറാകുക എന്നത് ആമേൻ ഭയന്ന് ഒളിക്കുക അല്ല. പ്രൈസ് ദി ലോർഡ്. അവനോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വിളക്ക് ആമേൻ കത്തിക്കൊള്ളുക. ഹല്ലേലൂയ. നിന്റെ വിളക്ക് കത്തിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അതായത് നിന്റെ ആത്മീയ ജ്വാല ആമേൻ കെടാതിരിക്കട്ടെ. നിന്റെ ആത്മീയ ജീവിതം തകരാതിരിക്കട്ടെ. നിന്റെ ആത്മീയത നഷ്ടപ്പെടാതിരിക്കട്ടെ. നിന്റെ ആത്മീയ സ്നേഹം അതേ കുറയാതിരിക്കട്ടെ. നിന്റെ പ്രത്യാശ പോയി പോകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി കൂടപ്പിറപ്പേ മാതാവേ, നിന്നെ കുറിച്ച് ഒരു കുറ്റം പറയുവാനുണ്ട് എന്ന് പറഞ്ഞ് പ്രവചനാത്മാവിൽ ആമേൻ യോഹന്നാൻ ഇടപെട്ടതുപോലെ ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥന തണുത്തുപോയോ? വചന വായന ആമേൻ അതെ നഷ്ടപ്പെട്ടോ? ഹല്ലേലൂയ. ആദ്യ സ്നേഹം കുറയുകയാണോ? ഇന്ന് ആത്മാവ് ആമേൻ ചില ജീവിതങ്ങളോട് പ്രവചനാത്മാവിൽ ഇടപെടുന്നു. ആമേൻ. വീണ്ടും ആത്മാവിൽ നിറയപ്പെടൂ. ആ രക്ഷയുടെ സന്തോഷം ആമേൻ തിരികെ പ്രാപിക്കൂ. ആമേൻ. ആ ശുശ്രൂഷയിൽ ശക്തമായി മുന്നേറുവാൻ ഇടയാകൂ. ആമേൻ. നിന്റെ ഹൃദയം ശുദ്ധമാക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ വരുന്നത് ഒരു സഭയെ അന്വേഷിച്ചാണ്. ആമേൻ. അവൻ വരുന്നത് പാപിയെ ആമേൻ സ്വീകരിക്കുവാനല്ല. ആമേൻ. നിർമ്മല കന്യകയായി സഭയെ ആമേൻ സ്വീകരിക്കുവാനാണ്. ഇന്ന് രാത്രി സഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, ആമേൻ, സഭയുടെ ശുശ്രൂഷകന്മാരെ, ആമേൻ,
ആമേൻ അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികളും വന്നു പറയുന്നവരും ഈർഷ്യക്കാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഒക്കെ ആകുമെന്ന് വചനം ആമേൻ തെളിവായി പറയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ നിന്റെ ഹൃദയം ശുദ്ധമാക്കുക. കാരണം അവൻ വരുന്നത് ഒരു സഭയെ അന്വേഷിച്ചാണ്. ഹല്ലേലൂയ. സമർപ്പിതവും ആമേൻ പ്രതീക്ഷയോടെയും നിൽക്കുന്ന സഭയെ. ഹല്ലേലൂയ. കാത്തിരിപ്പ് ആമേൻ നിർജീവമല്ല കേട്ടോ. ആമേൻ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആത്മാവ് ദൈവസഭയ്ക്ക് നൽകിയ ആമേൻ ദൈവിക ദൂതില് ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. വായിച്ചാലോ? ജാതി പിടിപെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വസ്ത്രത്താൽ നശിച്ചു പോകും. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ ദിനം പ്രതീക്ഷിച്ചു, അതിനെ വേഗത്തിലാക്കിച്ചു. ഹല്ലേലൂയ. ഇതൊരു അത്ഭുത വചനമാണ്. ഹല്ലേലൂയ. നാം കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം വെറുതെ നോക്കി നിൽക്കുന്നവരല്ല. ആമേൻ. ഹല്ലേലൂയ. നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എങ്ങനെ? ആത്മാവിൽ ആമേൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ ദൈവിക ഇഷ്ടപ്രകാരം നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം സാക്ഷ്യം പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, ആമേൻ സാക്ഷ്യം പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. കാത്തിരിപ്പ് വിശ്വാസിയുടെ നിർജീവ കാലം അല്ല. പ്രൈസ് ദി ലോർഡ്. ആവേശകരമായ പ്രവർത്തന കാലമാണ്. ആമേൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ ചരിത്രം മാറുന്നു. ഹല്ലേലൂയ. നീ സാക്ഷ്യം പറയുമ്പോൾ ഒരാത്മാവ് നിത്യരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. നീ വിശുദ്ധമായി ജീവിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇപ്രകാരം ജീവിപ്പാൻ സമർപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇപ്രകാരം ഹല്ലേലൂയ അതേ ജീവിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആമേൻ സാക്ഷികളാകുന്ന ആമേൻ ഏവരെയും ഓർത്ത് സ്വർഗ്ഗം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഉറക്കം നിന്നെ പിടിക്കുകയില്ല. ഹല്ലേലൂയ. നിരാശ നിന്റെ ജാല അണയിക്കുകയില്ല. ഹല്ലേലൂയ. ഓ നിരാശ നിന്റെ ആത്മീയ ജീവിതത്തെ ആമേൻ കെടുത്തിക്കളയുകയില്ല. ആമേൻ. ഈ ലോകത്തിന്റെ ആകർഷണം നിന്റെ ദിശ മാറ്റുകയില്ല. ആമേൻ. നിന്റെ തീരുമാനത്തെ മാറ്റുകയില്ല. ആമേൻ. നീ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആമേൻ, നീ തയ്യാറായി നിൽക്കുന്ന ഒരു വിശ്വാസിയാണ്. ഹല്ലേലൂയ. ആമേൻ. നീ ജാഗ്രതയുള്ള ആമേൻ ഒരു ദാസനാണ്, ഒരു ദാസിയാണ്. ഹല്ലേലൂയ. നീ കാത്തിരിക്കുമ്പോഴും ആമേൻ പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്വർഗ്ഗം ആമേൻ ചിലരെ നോക്കി വിളിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, സമയം നമ്മെ ഭയപ്പെടുത്തുവാൻ വന്നിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മെ ശുദ്ധീകരിക്കുവാൻ വന്നിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ആമേൻ നമ്മുടെ സമീപത്ത് ആമേൻ നൽകപ്പെട്ടിരിക്കുന്നത്
നമ്മുടെ കാതുകളിൽ കേൾപ്പിച്ചിരിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തുവാനല്ല, നമ്മെ ശുദ്ധീകരിക്കുവാനാ. ഇന്ന് ഈ ലൈവിൽ ആമേൻ നമുക്ക് ആമേൻ അതെ നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട തിരുവചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ തയ്യാറാകും? ആ ഹൃദയത്തെ, ഹല്ലേലൂയ, ആ ജീവിതത്തെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അതേ വിളക്ക് കത്തിച്ചുകൊള്ളുക, ആമേൻ, എണ്ണ നിറച്ചുകൊള്ളുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം ആമേൻ തുറന്നുകൊള്ളുക, കാരണം അവൻ വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരു ഭീഷണിയല്ല കേട്ടോ, ആമേൻ, ഒരു പ്രതീക്ഷയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ രാത്രിയിൽ ആമേൻ ചില ജീവിതങ്ങളെ ആമേൻ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുകയാണ്, ചിലരെ ഒരുക്കുകയാണ്, ചിലരെ ശുശ്രൂഷയിൽ, ചിലരെ ജീവിതത്തിൽ, ചിലരെ പ്രത്യാശയിൽ ആമേൻ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ നാം ഒരു സാധാരണ വാക്യം ആവർത്തിക്കുന്നില്ല, ആമേൻ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന സത്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:11 ആമേൻ നാം വായിച്ചു. ദൂതന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ കണ്ട ഈ യേശു, ഹല്ലേലൂയ, പോയതുപോലെ തന്നെ വീണ്ടും വരും. ഗലീല പുരുഷന്മാരെ, ഹല്ലേലൂയ, ആമേൻ, പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ആമേൻ. ഇതൊരാശയമല്ല, ആമേൻ, ഇത് ഒരു ഉറപ്പായ വാഗ്ദാനമാണ്. ആമേൻ. വെളിപ്പാട് 22:12 ആമേൻ നാം വായിച്ചു. ആമേൻ. ആത്മാവിൽ ആമേൻ പത്മോസിന്റെ ഏകാന്തതയിൽ ആയിരുന്ന യോഹന്നാൻ ഒരിക്കൽ മാർവോട് ചേർന്നിരുന്നവൻ ഏകാന്തതയിൽ ആയിരുന്നപ്പോൾ, തടവറയിൽ ആയിരുന്നപ്പോൾ, ആമേൻ, അവന്റെ ആത്മീയത നഷ്ടമായില്ല, അവൻ പിന്മാറിയില്ല. ആമേൻ. അവൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദത്തിന്റെ മുമ്പിൽ കയറി ചെന്നപ്പോൾ പ്രത്യാശയുടെ വചനമല്ല, കുറവുകൾ തീർത്ത് സഭയെ ഒരുക്കി പ്രത്യാശയാകുന്ന നിത്യതയിൽ എത്തിക്കുവാൻ സഭയെ ഒരുക്കേണ്ടതിന്, ഓ ആമേൻ, വിശുദ്ധ ബൈബിളിന്റെ ഒടുവിലത്തെ പുസ്തകത്തെ രചിപ്പാൻ സ്വർഗം അഭിഷേകനെ ഇടയാക്കിയെങ്കിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ യുഗത്തിൽ, ഈ കാലയളവിൽ അഭിഷേകന്മാരെ ആമേൻ അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ, ആമേൻ, വാട്ടമില്ലാത്ത, ചുളുക്കമില്ലാത്ത, കറയില്ലാത്ത സഭയെ ചേർപ്പാൻ വരുന്ന ആ സുദിനത്തിനായി ആമേൻ ശുശ്രൂഷയിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ ഇന്ന് രാത്രി ചിലരുടെ മേൽ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ കൈമാറ്റം, ആത്മാ പകർച്ചയുടെ അഭിഷേകത്തിന്റെ ഒഴുക്ക്, അവൻ ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ശുദ്ധീകരിക്കുന്ന, ചിലരെ പ്രാർത്ഥനയിൽ ശക്തീകരിക്കുന്ന, ചിലരെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന, ഹല്ലേലൂയ, ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് 22:12 പറയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഭയത്തിലല്ല, ജാഗ്രതയിലും പ്രത്യാശയിലും നിൽക്കുന്നു. ഹല്ലേലൂയ. യേശു വീണ്ടും വരുന്നു. ആമേൻ. ഞാൻ തയ്യാറാണ്. ആമേൻ. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ അതിന് തയ്യാറാണോ? ഹല്ലേലൂയ. മത്തായി സുവിശേഷം 24:44 ആമേൻ, നിങ്ങൾ തയ്യാറായിരിക്കുവിൻ. ആമേൻ. വീണ്ടും ആവർത്തിക്കുന്നു, അവൻ മടങ്ങി വരുവാൻ സമയമായി, നിങ്ങൾ തയ്യാറായിരിക്കുവിൻ. ഹല്ലേലൂയ. എന്റെ വിളക്ക് കത്തുന്നു, എന്റെ ഹൃദയം ജാഗരൂകം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25 ആമേൻ 1 മുതൽ 13 വരെയുള്ള ആമേൻ തിരുവെഴുത്തിലൂടെ ആമേൻ യേശു ഒരു ഉപമ പറയുകയുണ്ടായി. 10 കന്യകമാരുടെ ഉപമ. ഹല്ലേലൂയ. ആമേൻ. എണ്ണയുള്ള വിളക്ക്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിളക്കോടുകൂടെ എണ്ണ കരുതിയ ബുദ്ധിയുള്ള 5 കന്യകമാരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ മണവാളൻ വന്നപ്പോൾ എണ്ണയ്ക്ക് പോയവർ ആമേൻ കൈവിടപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ ഭയത്തിലല്ല, പ്രത്യാശയിൽ ചിന്തിക്കുന്നു. ആമേൻ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആമേൻ ഇപ്രകാരം ദൈവസഭയ്ക്ക് ആമേൻ ദൂത് കൊടുത്തു: ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ അത്രേ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ, എന്റെ രാജാവ് വരുന്നു. ആമേൻ. ഞാൻ അവന്റെ സാക്ഷിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ.
ആമേൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഞാൻ അവന്റെ സാക്ഷിയാണ്. നിങ്ങൾ അവന്റെ സാക്ഷിയായിട്ടുണ്ടോ? ഹല്ലേലൂയ. Glory to God. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ. വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ആമേൻ എന്റെ കർത്താവിന്റെ സാക്ഷിയാകുവാൻ, ഹല്ലേലൂയ, എന്നെ സഹായിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുകയാണ്. സ്നേഹിത, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന നിയോഗത്തിനും കൃപയ്ക്കും അനുസരിച്ച് ഈ മഹത്വമേറിയ ശുശ്രൂഷ ആമേൻ ചെയ്യുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളെ ശക്തീകരിക്കട്ടെ, നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇത് വാക്കുകളുടെ ആവർത്തനം മാത്രമല്ല, ആത്മാവിന്റെ ഉണർവാണ്. ഹല്ലേലൂയ. ആമേൻ. അത് വിളക്ക് കത്തുന്നു എന്നത് ആമേൻ നിന്റെ ഉള്ളിലെ വിശ്വാസം മരിച്ചിട്ടില്ല എന്നർത്ഥം. ആമേൻ. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ആമേൻ ഒരു ചലനം പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആമേൻ അതിന്റെ അർത്ഥം ആമേൻ നിങ്ങളുടെ വിശ്വാസം മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രി പറ, ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഞാൻ തയ്യാറാണ് എന്നത് ആമേൻ നിന്റെ ജീവിതം മറച്ചു വെക്കാനുള്ള ഒന്നുമില്ല എന്നർത്ഥം. ഹല്ലേലൂയ. ഞാൻ സാക്ഷിയാണ് എന്നത് ആമേൻ നിന്റെ വായ് മൗനമല്ല, നിന്റെ ജീവിതം സുവിശേഷം സംസാരിക്കുന്നു എന്നർത്ഥം. ആമേൻ. ഇന്ന് ആമേൻ കർത്താവ് സഭയോട് ചോദിക്കുന്നു, ആമേൻ നിന്റെ എണ്ണ എവിടെയാണ്? ഹല്ലേലൂയ. ആമേൻ നിന്റെ ആത്മാവ് എത്ര തെളിഞ്ഞിരിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ നിന്റെ വെളിച്ചം, ആമേൻ നിന്റെ തീ, നിന്റെ ജ്വാല എത്ര തെളിഞ്ഞിരിക്കുന്നു? ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ടെ. കർത്താവേ, അവിടുത്തെ മടങ്ങി വരവിന് പ്രത്യാശിച്ചാൽ നന്ദി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവേ, ഞങ്ങൾ വിശ്വസിതരായി നിൽക്കുവാൻ കൃപ നൽകണമേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 58-ാം വാക്യത്തിൽ ആമേൻ കൃപാവരങ്ങളിൽ ആയിരിക്കുന്ന സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ശ്രദ്ധിച്ചാൽ, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഹല്ലേലൂയ. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. അതിൽ ഇന്ന് രാത്രി ഞങ്ങളെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? ഉറങ്ങുന്ന ആത്മാക്കളെ ഉണർത്തണമേ കർത്താവേ. ഇന്ന് രാത്രി ഈ പ്രത്യാശ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. റോമാലേഖനം 13-ാം അധ്യായം ആമേൻ 11-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. ഹല്ലേലൂയ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സമയം. ഹല്ലേലൂയ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട നാഴിക വന്നിരിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ
രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. പ്രിയരെ, തളർന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട. ആമേൻ. ഭയപ്പെടുന്ന ഹൃദയങ്ങളിൽ ധൈര്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട. ഹല്ലേലൂയ. അതേ, നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട. ഹല്ലേലൂയ. ഓ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആരാധന ജീവിതം, ഓ ഹല്ലേലൂയ, ഒന്ന് ആമേൻ പുനഃസ്ഥാപിക്കണമേ, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമേ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യം ധൈര്യത്തോടെ ഉയരട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുവാൻ, ആമേൻ, വിശുദ്ധരായി ജീവിപ്പാൻ, ഹല്ലേലൂയ, പ്രത്യാശയിൽ ആമേൻ നിലനിൽപ്പാൻ, ആമേൻ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി, ആമേൻ, ഇന്ന് രാത്രി ആമേൻ ദൈവകരങ്ങളിൽ ആമേൻ വിധേയപ്പെടുത്താൻ, നമ്മുടെ തലമുറകൾക്കായി സ്തോത്രം ചെയ്യാം, നമ്മുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യാം, നമ്മുടെ കൂടപ്പുറപ്പിനായി സ്തോത്രം ചെയ്യാം, നമ്മുടെ രാജ്യത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രത്തോടെ സകല വിഷയങ്ങളും സകല ആവശ്യങ്ങളും ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടിയായി വർദ്ധിക്കും. ഇതൊക്കെയും വരവിന് മുന്നോടിയായി നടക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രി പ്രത്യാശയോടെ ആമേൻ നമുക്ക് ജീവിക്കുവാൻ കൃപ നൽകിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ആമേൻ അതിൽ ഉപസംഹരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാവരും ഉണർന്ന കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. കർത്താവ് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ശിഷ്ടായുസ് മഹിമകളുടെ സാക്ഷിയായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ആരും കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. എല്ലാവരും നിത്യ ജീവൻ അവകാശികളായി ജീവിപ്പാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മടങ്ങി വരവിൽ ആരും തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. വിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ, വിശുദ്ധിയിൽ അനുഗമിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ. കണ്ണുനീരില്ലാതെ, ആമേൻ, ആരോപണങ്ങളില്ലാതെ, ആമേൻ, കഷ്ടപ്പാടില്ലാതെ ആ ജീവിതത്തിലേക്ക് കർത്താവ് ഞങ്ങളെ നയിക്കുന്നതിനായി എല്ലാ മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്തവനായ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടിന്റെ വരികൾ ആമേൻ ചേർന്ന് ആമേൻ അതേ പാടിക്കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കാം. ഈ രാത്രി സുഖകരമായ നിദ്ര എല്ലാവർക്കും ദൈവം ദാനമായി നൽകട്ടെ. രാജാവ് വരുന്നു മേഘങ്ങളിൽ, ഹല്ലേലൂയ, മഹത്വത്തിന്റെ വെളിച്ചത്തിൽ. നിശബ്ദമല്ല അവന്റെ വരവ്, ശക്തിയോടെ പ്രത്യക്ഷത്തിൽ. വിളക്ക് കത്തുന്നു എന്റെ ഉള്ളിൽ, എണ്ണ നിറഞ്ഞ വിശ്വാസത്തിൽ. ഉറക്കമില്ല കാവലായി ഞാൻ കാത്തിരിക്കുന്നു പ്രത്യാശയിൽ. ശബ്ദം മുഴങ്ങും കാഹള
സാക്ഷിയായി ജാഗരൂകനായി കാത്തിരിക്കുന്നു. God bless you.